ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ മോർണിംഗ് തന്നെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നതാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പുറത്ത് വന്നിട്ട് പുറത്തുള്ള കാഴ്ചയെല്ലാം കണ്ടിട്ടാണ് ഞാൻ എല്ലാ പണിയും സ്റ്റാർട്ട് ചെയ്യൽ. രാവിലെ തന്നെ എഴുന്നേറ്റതിന് റൂമിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യൽ റൂമിലും വീട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ്. കാണണം, അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനത്തെ ശീലമുണ്ട് എനിക്ക് പുറത്തെല്ലാം വന്ന് ഇറങ്ങിയിട്ടൊന്ന്. ഹലോ, അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ ജിലിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കരുതി ഇന്നൊരു വീഡിയോ എന്തായാലും എടുക്കാമെന്ന്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്, ഫുള്ളായിട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. നമസ്കാരമൊക്കെ കഴിഞ്ഞ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാനന്ന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിടന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഇപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള എൻ്റെ ഒരു ടൈമായി, എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ, എൻ്റെ ഒരു ദിവസം എങ്ങനെ കടന്നു പോകുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അപ്പം വീഡിയോയൊക്കെ കിടക്കാം. അപ്പോൾ വീണ്ടും എൻ്റെ ചാനലിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് എൻ്റെ വീട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ്. തൊട്ടടുത്താണ് കടലുള്ളത്. അതിൻ്റെ മെയിൻ സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചിറങ്ങി. അതിനുശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നു. പിന്നെ ചായ വെക്കാനുള്ള പരിപാടിയിലാണ്. ചായൻ്റെ പാത്രമൊക്കെ ഞാൻ കഴുകിയിട്ട് ചായക്ക് വെക്കാൻ പോവാണ്. ഞാനൊരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്. ആദ്യം വെള്ളം നടക്കരുത്. അതിപ്പോൾ കുടിക്കാൻ സമയമില്ല. ഇന്നിപ്പോൾ കുടിക്കാൻ ചില കളാണ്, പക്ഷേ അത് കുടിക്കാൻ തോന്നില്ല. കാരണം ഞാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ചില കഴിക്കാൻ കാര്യം കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വെച്ചില്ല. അതിന് ചായ വെച്ചിട്ടുണ്ട്. ഇനി പതിനാല് കാണാം. ചായ ആയതിനു ശേഷം ഞാൻ ഇക്കാക്കുള്ള മുട്ടയും പയ്യുമാണ് ഇപ്പം ആക്കാൻ പോകുന്നത്. ഇക്കാക്ക് രാവിലെ മുട്ടയും പയ്യാണ് ഡെയിലി കഴിക്കാറുണ്ട്. അപ്പോൾ അതാക്കാൻ പോവാണ്. നിങ്ങൾ കരുതും ഒരു മുട്ട ഒരു പഴയാണ് ആക്കുന്നതെന്ന്. ഇന്നലെ ഇക്ക വാങ്ങിയിട്ടില്ല പഴയ മുട്ട. അപ്പം ഉള്ളത് ഞാൻ വേഗം അങ്ങ് ആക്കിയിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ്. ഇത് ഞാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് പോയി മോൻ എന്താക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൻ നല്ല ഉറക്കമാണ്. ഇടയ്ക്ക് മോൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മോൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നെ വേഗം മുറ്റടിച്ച് വരാൻ നിന്നും. ഡെയിലി അടിക്കണം മുറ്റം. അടിച്ചു വരത്തില്ലെങ്കിൽ ഒരു വൃത്തികേടായിരിക്കും. കാരണം നമുക്ക് മരം ഉള്ളതുകൊണ്ട് ഇല എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും മുറ്റടിച്ച് വരലുണ്ട്. ഇടയിൽ ഇക്ക എണീറ്റ് പണിക്ക് പോകാൻ ടൈമായപ്പോൾ എണീറ്റ് വേഗം ചായ എല്ലാം കുടിച്ച് ഇക്ക കുളിച്ച് മാറ്റി പോയി. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇക്ക പോയതിന് ശേഷം ഞാൻ റൂം ഫുള്ള് ബെഡൊന്ന് ക്ലീനാക്കി ജസ്റ്റ് ഒന്ന് പിരിപ്പെല്ലാം ഒന്ന് മടക്കി റൂമൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീനാക്കുന്നതിനു. എനിക്കെപ്പോഴും എൻ്റെ റൂമിൽ മെയിനായിട്ട് എനിക്ക് ബെഡ് ഫുള്ള് നീറ്റായിട്ട് എനിക്ക് എപ്പോഴും കാണണം. അത് ഞാനൊരു ഒരു ദിവസം 24 മണിക്കൂർ ഞാനിങ്ങനെ വൃത്തിയാക്കി കൊണ്ടുപോകും. എനിക്ക് മസ്റ്റായിട്ട് അത് നിർബന്ധമാണ്. അപ്പോൾ റൂം ഫുള്ള് ക്ലീനായിട്ടുണ്ട്.
അങ്ങനെ ബെഡ് ഫുള്ള് ഞാൻ ക്ലീൻ ആക്കി എടുത്ത്. അങ്ങനെ മോന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓ നല്ല കഴി പിന്നെ ഞാൻ അവനെ വേഗം കുറുക്കുണ്ടാക്കിയിട്ട് കുറുക്ക് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മടിയിലിരുത്തിയിട്ട് തന്നെ ഞാൻ എനിക്ക് കുറുക്ക് കൊടുക്കൽ. അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ അവനിങ്ങനെ കുറുക്ക് കൊടുത്തുകൊണ്ട് വന്നു. കുറുക്ക് കൊടുത്തതിന് ശേഷമുള്ള അവൻ്റെ കളി ഞാൻ കാണിച്ചു തരാം. അവൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഷാഢ്യം പിടിക്കുകയാണ് അവനത്. അതാണ് അവനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറുക്കെല്ലാം കൊടുത്തതിന് ശേഷം അവൻ വേഗം ഉറങ്ങി. പിന്നെ ചായ കുടിക്കാൻ നിന്ന്. പിന്നെ ഞാനും എൻ്റെ ഇത്താത്തൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് പണിക്ക് പോയി, മോൻ ഉറങ്ങി. പിന്നെ ഉമ്മയും ഉപ്പയും ഉപ്പ പണിക്ക് പോയി. ഉമ്മ എൻ്റെ മൂത്ത മോളും കൂടിയിട്ട് ഉമ്മാൻ്റെ നാട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിന്. അപ്പോൾ അതിന് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാളും മാത്രമേ ഉള്ളൂ ഇപ്പം വീട്ടിൽ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ നിന്ന്. അപ്പോൾ ഇന്ന് രാവിലത്തെ നാസ്ത ദോശയും ഇന്നലെ രാത്രി വെച്ച മീൻ കറിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ മൂന്നാളും കൂടിയിട്ട് ചായ കുടിച്ചു. ഇത് ഇത്താത്തൻ്റെ മോനാണ്, സയാൻ എന്നാണ് പേര്. അപ്പോൾ അവരെയും ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ. ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ വേഗം വീടിൻ്റെ അകം അടിച്ച് വരാൻ നിന്ന്. കാരണം ഇപ്പം മോൻ ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് വേഗം ഈ പണിയെല്ലാം വേഗം തീർക്കണം. അവനെ എഴുന്നേറ്റാൽ പിന്നെ ഈ പണിയൊന്നും എനിക്ക് നടക്കില്ല. അതിനുശേഷം ഞാൻ വേഗം എന്താക്കി വറക്കാനുള്ളത് വേഗം ചട്ടി ചൂടാക്കിയാൽ കടുകെല്ലാം പൊട്ടിച്ചിട്ട് പയർ തോരനൊക്കെ ഉണ്ടാക്കാൻ വന്നപ്പോൾ അത് വേഗം അതിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മൂടി വെച്ച് ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ചോറ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഇത്താത്ത നോക്കുന്നുണ്ടായിരുന്നേന്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കി. ബാക്കി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കിയെല്ലാം ഇത്താത്തയായിരുന്നു ഉണ്ടാക്കിയത്. ഇന്നത്തെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഇതൊക്കെയായിരുന്നു. അപ്പോഴത്തേക്കും ഇക്ക വന്ന് ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഇക്കാക്ക് വെച്ച് കൊടുത്ത് ഫുഡ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉമ്മയും എൻ്റെ മോളും വന്ന്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ച് ഇക്ക ഫുഡ് കഴിച്ചിട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ മോളെയും മോനെയും അങ്ങനെ ഉറക്കി. അവർ രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പം ഞാനും കുറച്ച് നേരം പോയിട്ട് കിടക്കട്ടെ. ഉറക്കെല്ലാം എണീറ്റതിന് ശേഷം മോൻ്റെ മുടി മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാനും ഉമ്മയും എൻ്റെ മോളും കൂടിയിട്ടാണ് ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോകുന്നത്. ബാർബർ ഷോപ്പിൽ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഇരിക്കുന്ന സമയത്താണ് ഇത്താത്താൻ്റെ സ്നേഹപ്രകടനം. ലിഹാനെ മുടിയെല്ലാം വെട്ടിയതിന് ശേഷം നമ്മളങ്ങനെ തിരിച്ചു പോവാണ് ഓട്ടോയിൽ കയറിയിട്ട്. പിന്നെ ഒരു 8-8:30 ആയപ്പോൾ ഈ സ്കൈൻ്റെ ഐസ്ക്രീം അത് തിന്നും. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ക്യാരമലിൻ്റെയും വാനിലൻ്റെയും ഫ്ലേവറായിരുന്നു അത്. എല്ലാവരും പിന്നെ ഇന്ന് നൈറ്റ് കഴിച്ചത് ഈ ഒരു സാധനമായിരുന്നു, നല്ല ഫില്ല് ചെയ്തിട്ടുള്ള ലോഡഡ് ഫ്രൈസ്. അപ്പോൾ എല്ലാവരും ഇന്ന് നൈറ്റ് ഇതായിരുന്നു കഴിച്ചത്. അപ്പോൾ ഞാനും കിഡ്സും ഇക്കെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കഴിച്ച്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം കിച്ചണിൽ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ വേഗം കഴുകി ഒതുക്കിയിട്ട് പണി വേഗം തീർക്കാനുള്ള പണിയായിരുന്നു. അങ്ങനെ സ്കൂളിൽ തന്നെ എല്ലാം വേഗം കഴുകിയിട്ട്
കഴുകിയെടുക്കും. അപ്പോൾ എല്ലാം ഞാനിവിടെ വൃത്തിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ എല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കുറവുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങളതെല്ലാം ക്ഷമിക്കുക. ഇപ്പം കുട്ടികളെല്ലാം ഉറങ്ങി, ഇനി കിടക്കണം. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.